seen a clock with Roman numerals. These ancient symbols, created by the Romans over 2500 years ago, are still used today on clocks, movie credits, and special events like the Super Bowl. Roman numerals are based on simple finger patterns. 1, 2, 3 resemble upright fingers, while V, that is 5, mirrors the space between your thumb and your first finger. X, that is 10, represents two crossed hands. Larger numbers use letters: L for 50, C for 100, D for 500, and M for 1000. No zero. The Roman didn't have a numeral for zero. Their counting system was based on addition and subtraction, so they never needed one. Mysterious clock quirk. Most clocks used IV for 4, but some display III instead. One theory is that ancient Romans preferred visual balance, making III match VIII, that is 8 on the other side of the clock. Super Bowl and movies. Major events like the Super Bowl, example, the Super Bowl LVIII for 58, and movie credits use Roman numerals to mark the year. It gives a timeless classic feel. Letters with hidden meanings: L for 50, C for 100, D for 500, and M for 1000 might come from earlier Etruscan symbols or even tally marks carved into wood. Still used in royalty and pops. Kings and queen, like Queen Elizabeth II, and pops, like Pope John Paul II, use Roman numerals in their official titles. Math made tricky. Since Roman numerals aren't based on place value like modern numbers, simple calculations like multiplication were much harder. One reason: Arabic numerals eventually took over. From fingers to figures. The origin of digit. The Roman word for finger was digitus, from which we get our word digit. And digit means finger, as well as any numeral from 0 to 9. The Romans valued straight lines and clear patterns, making their numerals both practical and enduring. Their influence lives on. Have you spotted Roman numerals on a clock or on a movie lately? Roman numerals are used on this clock face instead of numbers. ഫാൻസി ഫിംഗേഴ്സ്. റോമൻ അക്കങ്ങളുള്ള ഒരു ഘടികാരം ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? 2500 വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാർ നിർമ്മിച്ച ഈ പുരാതന ചിഹ്നങ്ങൾ ഇന്നും ഘടികാരങ്ങളിൽ, സിനിമാ ക്രെഡിറ്റുകളിൽ, സൂപ്പർ ബൗൾ പോലെയുള്ള പ്രത്യേക ഇവന്റുകളിൽ ഉപയോഗിക്കുന്നു. റോമൻ അക്കങ്ങളുടെ ഉറവിടം റോമൻ അക്കങ്ങൾ ലളിതമായ വിരൽ ചിഹ്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1, 2, 3 റോമൻ അക്കങ്ങൾ നേരേക്ക് ഉയർത്തിയിരിക്കുന്ന വിരലുകളെ പോലെയാണ്. 5 റോമനക്കം വിരലുകൾ വിടർത്തിയപ്പോൾ മുഷ്ടിയും ചൂണ്ടുവിരലും തമ്മിലുള്ള വ്യവസ്ഥിതിയെ പോലെയാണ്. 10 റോമൻ 2 കൈകളുടെ വിരലുകൾ കൂടിച്ചേർന്നതുപോലെയാണ്. വലിയ സംഖ്യകൾ രേഖപ്പെടുത്താൻ അക്ഷരങ്ങൾ ഉപയോഗിച്ചു. ക്യാപിറ്റൽ L 50, ക്യാപിറ്റൽ C 100, ക്യാപിറ്റൽ D 500, ക്യാപിറ്റൽ M 1000. റോമാക്കാർ നേരായ രേഖകളെയും വ്യക്തമായ മാതൃകകളെയും വിലമതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അക്കങ്ങൾ പ്രായോഗികവും നിലനിൽക്കുന്നതുമാണ്. റോമൻ അക്കങ്ങളെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങൾ. പൂജ്യത്തിനുള്ള യാതൊരു പ്രതിനിധാനവും ഇല്ല.
റോമാക്കാർക്ക് 0 എന്ന സംഖ്യയില്ല. അവരുടെ എണ്ണൽ പ്രക്രിയ കൂട്ടലും കുറയ്ക്കലുമായിരുന്നു. അതുകൊണ്ട് തന്നെ 0 ആവശ്യമില്ലായിരുന്നു. പല ഘടികാരത്തിലും റോമൻ 4 ഉപയോഗിക്കുന്നത് പല രീതിയിലാണ്. ഇതിൻ്റെ കാരണം 4ഉം 8ഉം റോമൻ അക്കങ്ങൾ എതിരായി പൊരുത്തപ്പെടുന്നത് ആകാം. സൂപ്പർ ബൗൾ പോലുള്ള വലിയ ഇവന്റുകളിലും സിനിമാ ക്രെഡിറ്റുകളിലും വർഷം രേഖപ്പെടുത്താൻ റോമൻ അക്കങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഫലം ഒരു ക്ലാസിക് ഫീൽ നൽകുകയാണ്. അക്ഷരങ്ങളുടെ രഹസ്യ അർത്ഥങ്ങൾ: L 50, C 100, D 500, M 1000 എന്നിങ്ങനെ ചില അക്കങ്ങൾ പഴയ ഈട്രസ്കൻ ചിഹ്നങ്ങളിൽ നിന്നോ മരത്തിൽ കൊത്തിയ ചിഹ്നങ്ങളിൽ നിന്നോ വന്നതാകാം. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പേരുകൾ റോമൻ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഉദാഹരണം: എലിസബത്ത് രാജ്ഞി 2, പോപ്പ് ജോൺ പോൾ 2 ഇങ്ങനെ. 6. റോമൻ അക്കങ്ങൾ നിലവിലെ അക്കങ്ങളിലേതുപോലെ സ്ഥാനവിലാസ വ്യവസ്ഥയിലല്ല. അതിനാൽ ഗുണിതം പോലുള്ള കണക്കുകൂട്ടലുകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അറബി അക്കങ്ങൾ പ്രചരിച്ചു. വിരലുകളിൽ നിന്ന് അക്കങ്ങൾ. ഡിജിറ്റ് എന്ന പദത്തിൻ്റെ ഉറവിടം. റോമൻ ഭാഷയിൽ വിരലിന് ഡിജിറ്റസ് എന്ന പേരായിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഡിജിറ്റ് എന്ന പദം ലഭിച്ചത്. ഡിജിറ്റ് എന്നത് വിരലും 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും അക്കത്തിനും അർത്ഥമാകുന്നു. റോമൻസ് നേരായ രേഖകളും വ്യക്തമായ മാതൃകകളും വിലമതിച്ചിരുന്നു. അവരുടെ അക്കങ്ങൾ പ്രായോഗികവും നീണ്ട കാലത്തേക്ക് നിലനിൽക്കുന്നവയും ആകുകയായിരുന്നു. അവരുടെ സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അടുത്തിടെ ഒരു ഘടികാരത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ റോമൻ അക്കങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഈ ഘടികാരത്തിൽ നമ്പറുകൾക്ക് പകരം റോമൻ അക്കങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു.